അല്ല, കരിങ്കൊടി ശരിക്കും കരിങ്കൊടി ആർക്കാണ്? മുഖ്യമന്ത്രി കാണുന്നതിന് വേണ്ടിയാണ് കരിങ്കൊടി കാണിക്കുന്നത്. നമുക്ക് ചായക്കടയ്ക്കകത്തോ വീടിനകത്തോ ഇരുന്ന് കരിങ്കൊടി കാണിക്കാൻ കഴിയില്ല. വണ്ടി പോകുന്ന വഴിയിലേക്ക് ഇറങ്ങി നിന്ന് അല്ലെങ്കിൽ റോഡിലേക്ക് ഇറങ്ങി നിന്ന് തന്നെ കാണിക്കണം. അത് ഇപ്പം എവിടെയെങ്കിലും ഒളിച്ചിരുന്നിട്ട് പെട്ടെന്ന് ചാടി വരാനുള്ള കാരണം പോലീസിൻ്റെയും അതുപോലെ തന്നെ നമുക്കറിയാം പിന്നെ അടിയന്തരാവസ്ഥയെ പോലും ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള മുൻകരുതലാണ് കേരളത്തിലെ പോലീസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ അവരെ അറസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അവരെ അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി ഈ സമയത്തിന് മുഖ്യമന്ത്രി കരിങ്കൊടി കാണിക്കുന്നു എന്നുള്ളതിനപ്പുറം അതിന് മറ്റ് വേറെ വിശദീകരണം നൽകേണ്ട കാര്യമില്ല. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വാഹനത്തിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഈ പോകുന്ന ബസ്സിൻ്റെ അടുത്തോട്ടൊന്നും നമ്മളാരും പോകുന്നില്ല. നമ്മൾ ആ സൈഡിൽ തന്നെ റോഡിൻ്റെ ഇരുവശത്ത് നിന്ന് കരിങ്കൊടി വീശി കാണിക്കുന്നതാണ് സാധാരണ യൂത്ത് കോൺഗ്രസ് കാണിക്കുന്ന പ്രതിഷേധം എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, SFI നടത്തിയത് എങ്ങനെയാണ്? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വാഹനത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ ഇവിടുത്തെ പോലീസ് ഞങ്ങൾ ആരെങ്കിലും അനുവദിക്കുന്നുണ്ടോ? ഇവിടെ നമുക്ക് ഗവർണറുടെ വാഹനം തടയുന്നതിന് വേണ്ടി പോലീസ് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നതല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഗവർണർ പോലും വണ്ടിയിൽ നിന്നിറങ്ങി എന്താണ് പറഞ്ഞത്? നിങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ഇതുപോലൊരു കരിങ്കൊടി പ്രതിഷേധവുമായി ആർക്കെങ്കിലും ചെല്ലാൻ കഴിയുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ ഇവിടെ പോലീസ് ആർക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ബോധപൂർവമായി ഇങ്ങനെ ഗവർണറെ തടഞ്ഞിടാൻ വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഒരു ഗവൺമെൻറ്റാണ് എന്നുള്ളതാണ്. ആരാണ് ഈ പിന്നെ ഗവർണർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കേണ്ടത്? ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് തന്നെ പിന്നെ ഗവർണറെ കരിങ്കൊടി കാണിക്കാനും തടയാനും ആക്രമിക്കാനുമുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നു. കേരള പോലീസിൻ്റെ വീഴ്ചയാണല്ലോ ഇൻ്റലിജൻസ് വീഴ്ച എന്ന് പറയുന്നത്. അതല്ലാതെ SFIക്ക് വേറെ പ്രത്യേകിച്ച് സംവിധാനമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ഗവർണറെ ഭീഷണിപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ നോമിനേഷനുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഉത്തരവുണ്ടായി എന്നുള്ളത്, അതിലേക്കൊന്നും ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കില്ല. അദ്ദേഹം ഏതെങ്കിലും ഒരു ഗവർണറിൻ്റെ ഏതെങ്കിലും പക്ഷപാതപരമായിട്ടുള്ള നിലപാട്, RSSന് അനുകൂലമായി ഏതെങ്കിലും ഒരു നിലപാട് ഉണ്ടെങ്കിൽ അതിനെതിരെ അതിശക്തമായി നമ്മൾ നിലപാട് സ്വീകരിക്കുന്നു. അത് തെറ്റാണ് എന്ന് നേരത്തെ ഇപ്പോഴും പറയുന്നു. ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത്, കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ നമുക്കറിയാം എത്രയോ വൈസ് ചാൻസലർമാരുടെ നിയമനങ്ങൾ റദ്ദാക്കിയ സുപ്രീം കോടതി ഉത്തരവ് നമ്മുടെ മുന്നിലുണ്ട്. ഇതേ ആവേശമൊന്നും അന്ന് CPM ഇടതുപക്ഷം ഉയർത്തി കാണിക്കുന്നില്ലല്ലോ. ഇവിടെ ഗവർണർ അത്തരത്തിലൊരു നോമിനേഷൻ നിയമവിരുദ്ധമായിട്ടാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടണം. നമ്മളെപ്പോഴും വസ്തുനിഷ്ഠം അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഓരോ വിഷയാധിഷ്ഠിതമായിട്ടാണ് കോൺഗ്രസ് എപ്പോഴും നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഗവർണർ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും സ്വജനപക്ഷപാതത്തിനോ പക്ഷപാതത്തിനോ സംഘപരിവാറിന് അനുകൂലമായി നിലപാട് സ്വീകരിച്ചിട്ടുള്ളപ്പോഴെല്ലാം കേരളത്തിലെ പ്രതിപക്ഷ നേതാവും UDFും ഏറ്റവും അതിശക്തമായി പ്രതിഷേധിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, പ്രതിപക്ഷ നേതാവാണല്ലോ ഈ RS അല്ലെങ്കിൽ ഗവർണറുടെ ഇത്തരത്തിലുള്ള നീക്കത്തിനെതിരെ ആദ്യം അതിശക്തമായി പ്രതിരോധം തീർത്തത്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് ഒരു സംഘപരിവാർ പ്രവർത്തകനാണ്, അദ്ദേഹത്തിന് വയ്ക്കാൻ പാടില്ല എന്ന് ഏറ്റവും ശക്തമായി പറഞ്ഞത് ആരാണ്? പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവ് പക്ഷേ അപ്പോഴും CPM ഉന്നയിക്കുന്ന ഒരു ആരോപണമുണ്ട്. അത് ഈ ബില്ലുകൾ വൈകിപ്പിക്കുന്ന വിഷയമായാലും ഇപ്പോൾ ഈ വിഷയമായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരട്ടത്താപ്പ് ഇതിലുണ്ടെന്നാണ്. ഇപ്പോൾ പ്രതികരിക്കുന്ന രീതിയായാലും ഓരോ സമര രീതിയായാലും അതിലൊരു ഇരട്ടത്താപ്പ്, ഒരു മൃദു സമീപനം ഗവർണറോടുണ്ടോ? അല്ല, നിങ്ങൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിഷയാധിഷ്ഠിതമാണ്. ഈ ബില്ലുമായി ബന്ധപ്പെട്ട് ഈ ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്നത് എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും കൂടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട 2 ബില്ലുകൾ കേരളത്തിലെ ഗവൺമെൻറ് അല്ലെങ്കിൽ പിണറായി സർക്കാർ കൊണ്ടുവന്നതാണ്. ഒന്ന് എന്ന് പറയുന്നത് ലോകായുക്തയെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്, ലോകായുക്തയുടെ അധികാരങ്ങളെ വെട്ടിച്ചുരുക്കുന്നതിന് വേണ്ടിയാണ്. അതായത് കേരളത്തിലെ പൊതുപ്രവർത്തകരും അതുപോലെ ഇതുപോലുള്ള പിന്നെ MLAമാരും MP മാരും ജനപ്രതിനിധികളും അഴിമതി നടത്തുകയാണെങ്കിൽ അവരെ ശിക്ഷിക്കാനുള്ള അധികാരം ലോകായുക്തയ്ക്ക് ഇല്ലാതെ ആ ശിക്ഷിക്കാനുള്ള അധികാരം കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് നിക്ഷിപ്തമാക്കുന്ന ഒരു ഓർഡിനൻസാണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അത്തരത്തിൽ ഏറ്റവും ശക്തമായ അഴിമതിക്കെതിരെ പോരാടുന്ന ഒരു സ്ഥാപനത്തിൻ്റെ അധികാരത്തെ വെട്ടിച്ചുരുക്കുന്ന ഒരു ബില്ല് വരുമ്പോൾ അത് തെറ്റാണ് എന്നാണ് കേരളത്തിലെ പ്രതിപക്ഷം പറയുന്നത്. ആ ബില്ലിനെ തടഞ്ഞു വയ്ക്കണമെന്നല്ല, അത് പുനഃപരിശോധിക്കണം. അങ്ങനെ ഒരു ബില്ല് കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണകരമല്ല എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ബില്ലെന്താണ്? സർവകലാശാലയെ ഏകപക്ഷീയമായി ഈ CPM അല്ലെങ്കിൽ പിന്നെ ഇടതുപക്ഷത്തിന് CPM വൽക്കരിക്കുന്നതിനെതിരായിട്ടാണ് കേരളത്തിലെ പ്രതിപക്ഷം മുന്നോട്ട് വരുന്നത്. നമുക്കറിയാം പിന്നെ സെർച്ച് കമ്മിറ്റിയെ പോലും നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഏകപക്ഷീയമായി ഈ സർക്കാർ ആളുകളെ നോമിനേറ്റ് ചെയ്യുന്ന സംവിധാനത്തിനെതിരെയാണ് ഈ പിന്നെ പ്രതിപക്ഷം മുന്നോട്ട് വരുന്നത്. ഇത് രണ്ടും അല്ലെങ്കിൽ നിങ്ങളത് വിഷയാധിഷ്ഠിതമായി മനസ്സിലാക്കണം. ഈ 2 കാര്യങ്ങളും കേരളത്തിലെ ഇടതുപക്ഷത്തിന് അഴിമതി നടത്തുന്നതിന് വേണ്ടി, അതല്ലെങ്കിൽ കേരളത്തിൽ അഴിമതി നടത്തുന്ന നേതാക്കൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പഴുതുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ ബില്ലുകൾക്ക് അമെൻമെൻറ്റ് അല്ലെങ്കിൽ ബില്ലുകൾക്ക് മാറ്റം ഉണ്ടാകുന്നത്. അതിനെയാണ് ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ അതല്ലാതെ ഗവർണർ അത്
സംവരണവും വേണ്ടയോ എന്നുള്ളതിനപ്പുറം അത് തെറ്റായിട്ടുള്ള ബില്ലാണ്, അതിൽ ഇടതുപക്ഷം അഴിമതി നടത്തുന്നതിന് വേണ്ടിയുള്ള ബില്ലാണ് എന്നുള്ള വാദമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഈ ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എത്രയോ സമയമുണ്ടായിരുന്നു സംസാരിച്ച് പരിഹരിച്ച് തീർക്കാൻ. അതിനൊന്നും കേരളത്തിലെ ഇടതുപക്ഷം മുന്നോട്ട് വരുന്നില്ലല്ലോ. ഇത് ദീർഘമായി ഈ തർക്കം മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെ കേരളത്തിലെ ഗവർണർക്കെതിരെ ഫൈറ്റ് മുന്നോട്ട് വെച്ചുകൊണ്ട് ഇതാ ഞങ്ങളാണ് BJPക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നത്, ഗവർണർ സംഘപരിവാറിൻ്റെ ഏജൻ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് CPM-ഉം BJP-യും ഒരു ഫൈറ്റ് ഉണ്ട് എന്ന രീതിയിൽ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ അതിനെ രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വ്യാജ ഫൈറ്റ് മാത്രമാണ് ഈ ബില്ലുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആത്മാർത്ഥമായി ഇത് പരിഹരിക്കാനാണ് എങ്കിൽ എത്രയോ വഴികളുണ്ട്. ഇവിടെ സർവകലാശാലയുടെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് അനിശ്ചിതകാലമായി ഇങ്ങനെ തർക്കത്തിൽ കിടക്കുമ്പോൾ ഒരു സർവകലാശാലയുമായി ബന്ധപ്പെട്ട എത്രയോ വിദ്യാർത്ഥികൾ ഉദ്യോഗാർത്ഥികൾ പെരുവഴിയിലാകുന്നു എന്നുള്ള ആശങ്കയൊന്നും ഈ ഗവൺമെൻറ്റിനില്ലല്ലോ. എത്രയോ വിദ്യാർത്ഥികളാണ് നാട് വിട്ട് പുറത്തേക്ക് പോകുന്നത്. നമ്മൾ എത്ര നിയമനങ്ങൾ കണ്ടു. ഈ സർവകലാശാലയുടെ നിലവാരത്തെ ദുർബലപ്പെടുത്തുന്നത് എത്രയോ നിയമനങ്ങൾ കണ്ടു. നമ്മൾ ഒരു യോഗ്യത പോലും പ്രിയ വർഗീസ് അടക്കമുള്ള ആളുകൾക്ക് അർഹതപ്പെട്ട യോഗ്യത ഇല്ലാഞ്ഞിട്ട് പോലും യോഗ്യത ഇല്ലാത്തവർക്ക് നിയമനം കൊടുക്കുന്നതിനെതിരാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ സർവകലാശാലയിൽ മുഴുവൻ പിൻവാതിൽ നിയമനം നടത്തി നിലവാരമില്ലാത്ത ആളുകളെ കുത്തിക്കയറ്റി CPM നേതാക്കൾക്ക് പൈസ ശമ്പളം കിട്ടുന്നതിന് വേണ്ടി നടത്തുന്ന ഈ പ്രോസസ്സിലൂടെ നഷ്ടപ്പെടുന്നത് ഒരു സർവകലാശാലയുടെ നിലവാരമാണ്. അതിനെതിരെയാണ് പ്രതിപക്ഷം മുന്നോട്ട് വരുന്നത്. അല്ലാതെ ഇതുപോലെ ബില്ലുകൾ ഒപ്പിടണ്ട എന്ന് അത് ഗവർണർക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്നതല്ല. വിഷയാധിഷ്ഠിതമായി കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്നാണ് എപ്പോഴും പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. ഇവിടെ ഇപ്പോൾ പോലും ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ പോലും എന്തിനാണ് ഈ ആഭാസതന്ത്രം, എന്തിനാണ് ഈ പ്രഹസനം കാണിക്കുന്നത്? ഇവിടെ ഞാൻ ചോദിക്കുന്നത് പോലെ ഈ DYFI SFI അടക്കമുള്ള ആളുകളെ അഴിച്ചു വിടുന്നതല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, യൂത്ത് കോൺഗ്രസ്സുകാരെ ക്രൂരമായി മർദ്ദിക്കുന്ന പോലീസുകാരടക്കമുള്ള ആളുകൾ SFIക്കാർക്കും DYFIക്കാർക്കും എറിഞ്ഞു കൊടുക്കുന്നത് നമ്മൾ കണ്ടില്ലേ? ബാക്കിലും പിന്നിലും വരുന്ന ഗുണ്ടകൾ ഇവരെ ആക്രമിക്കുന്നത് കണ്ടില്ലേ? ഇവിടെ ഏതെങ്കിലും ഒരു സുരക്ഷാ ഭടന്മാർ, ഏതെങ്കിലും ഒരു പോലീസുകാരൻ, ഏതെങ്കിലും ഒരു SFIക്കാരൻ്റെ ചെവിക്ക് പിടിച്ച് മാറ്റി നിർത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവിടെ അവർക്ക് കരിങ്കൊടി കാണിക്കാനുള്ള എല്ലാ സാഹചര്യം ഒരുക്കി കൊടുക്കുകയല്ലേ? അപ്പോൾ ഇതിലൂടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഗവർണറെ ഭീഷണിപ്പെടുത്തുക, അതായത് അധികാരത്തിലിരിക്കുന്ന ഞങ്ങൾ പറയുന്നത് പോലെ ഇവിടെ കാര്യങ്ങൾ നടത്തുക എന്നുള്ളതിനപ്പുറം ഈ രാഷ്ട്രീയമായി ഒരു നിലപാടും അവർക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ പോലും സമരം ചെയ്ത SFIക്കാർക്ക് ജാമ്യം കിട്ടിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദുർബലമായ സെക്ഷൻസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് ഇവിടുത്തെ വലിയ കാപട്യം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം. ഇതൊരു വ്യാജമായ ഏറ്റുമുട്ടലാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് RSSനെതിരെയുള്ള പോരാട്ടമല്ല SFI ഉദ്ദേശിക്കുന്നത്, സംഘപരിവാറിനെതിരെയുള്ള പോരാട്ടമല്ല SFIയും CPM ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ ഇപ്പോഴും പറയുന്നു, RSSൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ സംഘപരിവാറിൻ്റെ നേതാവിൻ്റെ ദീൻദയാൽ ഉപാധ്യായുടെ ജന്മദിനം വിപുലമായി ആഘോഷിക്കാൻ തീരുമാനമെടുത്തൊരു സർക്കാരാണ് കേരളത്തിലെ പിണറായി വിജയൻ്റെ സർക്കാർ. നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, സർക്കുലർ വരെ ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ സർക്കുലർ ഇറക്കുന്ന പിണറായി വിജയനും SFIക്കും എങ്ങനെയാണ് സംഘപരിവാറിനെതിരെ പോരാട്ടം നടത്താൻ കഴിയുന്നത്? അങ്ങനെ നിരവധിയായിട്ടുള്ള ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണൂർ സർവകലാശാലയിൽ ഈ നേരത്തെ പറഞ്ഞ നേതാക്കളുടെ ചിന്താധാരകളും അവരുടെ ജീവിത സാഹചര്യങ്ങളും പാഠ്യപദ്ധതി ആക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറുവിരൽ പോലും SFIക്കാരൻ അനക്കിയിട്ടില്ല. ഗോപിനാഥ് രവീന്ദ്രൻ അടക്കമുള്ള ആളുകൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത് എന്ന് പറയുന്ന ഒരു വ്യാജ ഏറ്റുമുട്ടലാണ്, ആളുകളുടെ ശ്രദ്ധ മാറ്റിവിടുന്നതിന് വേണ്ടിയുള്ളതാണ്. കാരണം ഈ ജനസേവന യാത്ര ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് പിണറായി വിജയൻ നടത്തുന്ന നവകേരള യാത്ര എന്ന് പറയുന്നത് അതൊരു നവഗുണ്ടായിസ യാത്രയാണ്, അതൊരു ആഡംബര യാത്രയാണ്. കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇന്ന് വരെ കേരളത്തിലെ മുഖ്യമന്ത്രി മൈക്ക് എടുത്ത് വെച്ച് പ്രതിപക്ഷത്തെ ആക്രമിച്ചതല്ലാതെ, പ്രതിപക്ഷ നേതാവ് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതല്ലാതെ, ഇതാ ഞങ്ങളുടെ നേട്ടം ഇതാണ്, ഞങ്ങളിതാ ഒരു ഉത്തരവിറക്കിയിരിക്കുന്നു, കേരളത്തിൽ ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന, കേരളത്തിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു നടപടിയോ ഒരു ഉത്തരവോ ഇന്ന് വരെ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. നമുക്കൊരു ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ജനസമ്പർക്ക പരിപാടി ഉണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം എന്ന് പറയുന്നത് വിധവാ പെൻഷൻ അടക്കമുള്ള വിഷയങ്ങളിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എടുത്ത നിലപാട് നിങ്ങൾ സ്വീകരിച്ചു നോക്കണം. നമുക്കറിയാം, വിധവകൾക്ക് പെൻഷൻ കൊടുക്കണമെങ്കിൽ ഓരോ വർഷവും താൻ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വില്ലേജ് ഓഫീസറുടെ കത്ത്, വില്ലേജ് ഓഫീസറുടെ അഫിഡവിറ്റുമായി നമ്മൾ മുമ്പോട്ട് പോകണം. അങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ ഉമ്മൻചാണ്ടി എടുത്ത നിലപാട്, നിങ്ങൾ ഒരിക്കലും വില്ലേജ് ഓഫീസറെ കാണാൻ പോകണ്ട, ഓരോ വർഷവും ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് സ്വയം അഫിഡവിറ്റായിട്ട് സത്യവാങ്മൂലം നൽകിയാൽ മതി എന്ന് നിയമങ്ങളിൽ ഇളവ് നൽകി സാധാരണക്കാരനെ സഹായിക്കുന്ന രീതിയിൽ നിയമനിർമ്മാണം നടത്തിയാണ് ആ ജനസമ്പർക്ക പരിപാടി മുമ്പോട്ട് പോയത്. ഇവിടുത്തെ ജനസമ്പർക്ക പരിപാടി എന്ന് പറയുന്നത് രാഷ്ട്രീയ പരിപാടിയാണ്. ഇവിടെ നമുക്കറിയാം, IGST അല്ലെങ്കിൽ GST അടക്കം പിരിക്കേണ്ട GST കമ്മീഷൻ അടക്കമുള്ള ആളുകളെ, നികുതി പിരിച്ചെടുക്കേണ്ട ആളുകളെ കൊണ്ട് സംഭാവന പിരിച്ചെടുപ്പിക്കുകയാണ്. അങ്ങനെ ഏറ്റവും കൂടുതൽ സംഭാവന പിരിച്ചെടുക്കുന്നവൻ അവാർഡ് കൊടുക്കുന്ന പരിപാടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് പിരിവ്, ഒരു വശത്ത് ദൂർത്ത്, ഒരു വശത്ത് ആഡംബരം, അല്ലെങ്കിൽ
പൗരപ്രമുഖരുമായി പിന്നെ ഡിന്നർ കഴിക്കുന്നു. അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ഒരു കമ്മ്യൂണിസ്റ്റ് പിന്നെ ഭരണവും ആഗ്രഹിക്കാത്ത കാണാത്ത രീതിയിലുള്ള ഒരു തീവ്ര വലതുപക്ഷ സമീപനവുമായിട്ടാണ് കേരളത്തിലെ ഇടതുപക്ഷം മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഈ പിണറായി വിജയൻ്റെ എല്ലാ കള്ളത്തരവും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചെറിയ നമ്പർ മാത്രമാണ് ഇന്നലെ കണ്ട ആ കരിങ്കൊടി പ്രതിഷേധം എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.